നെറ്റിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതിവിടെ വേണ്ട. അവയൊന്നും മിണ്ടായിരിക്കും. അതെ, നിങ്ങളുടെ പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം. അതിനിപ്പോ എന്താ? ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ പുറകെ നടക്കാന്. എന്ത് പറഞ്ഞാലും ഇയാളുടെ ഒരു ഓഞ്ഞ ചിരി. അല്ലെങ്കിൽ എന്റെ ഇഷ്ടവും കഷ്ടമൊന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. മതി മതി, നീ എന്റെ ചെറുക്കനെ അപമാനിച്ചത്. പിന്നെ നിനക്ക് പ്രായം 20 എവിടെങ്ങാണ്ട് കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ച് കെട്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കൂടെ നീ തൊലച്ച് കളഞ്ഞല്ലോടി. പിന്നെ നിനക്ക് ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യന് നിന്നോട് തോന്നിക്കൂടായില്ലല്ലോ. നീ അനുഭവിക്കണം, എന്നാലേ നീ പഠിക്കൂ. സുമിത്രേ, ഞങ്ങൾ ഇറങ്ങുക, വാടാ. ഇതൊന്നും താൻ കാര്യാക്കി എടുക്കണ്ടോ. ഇനി സുമിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണേ. എന്നും കൂടെ ഉണ്ടാവണം കേട്ടോ. തട്ടിപ്പടം വരുന്നുണ്ടെങ്കിൽ എന്നോ ചെയ്യായിരുന്നു. ഇവിടെ ഒരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് വർഷങ്ങളായി. ആരോട് പറയാൻ? എനിക്ക് എന്ത് പറ്റി സുമി? ഞാനെടുത്ത തീരുമാനം പെട്ടെന്നായി പോയോന്നൊരു സംശയം. എനിക്ക് മൂത്തവരോട് തോന്നുന്ന ഇഷ്ടക്കേട് അകൽച്ചയും സുനിലിന് എന്നോട് തോന്നിയാലോ? ഞാൻ കാരണം അവൻ കോളേജിൽ നാണം കിട്ടും. എന്റെ ജീവിതമേ ഇങ്ങനെയായിപ്പോയി. അവൻ എന്തിനാ വെറുതെ? സുമി, ഞാനിത് നിന്നോട് എങ്ങനെ അങ്ങോട്ട് പറയുന്നു വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെപ്പോലെ അല്ലല്ലോ, അവനിനി മുന്നോട്ട് പോകാൻ ഒരുപാടില്ലേ. സുനിലിന്റെ ഭാവിനെ പറ്റി നമ്മൾ നല്ലോണം ഒന്ന് ആലോചിക്കണമായിരുന്നു സുമി. എനിക്കിപ്പോൾ ഇത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല. ഇനിയും വൈകിട്ടൊന്നുമില്ല, നീ നല്ലോണം ഒന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. മഞ്ഞാണോ? സിൽവർ? സെറ്റ്. ആ, അപ്പൊ ഇനി തട്ടലും മുട്ടലില്ലാതെ പടം വന്നോളും. ജീവിതകാലം മുഴുവൻ സ്വന്തം മകൻ അടിമയായിട്ട് ജീവിക്കണമെന്നും സ്വന്തം കാൽ ചുവട്ടിൽ കിടക്കണമെന്നും മാത്രം ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഞാനതങ്ങ് റെഡിയാക്കി. അങ്ങനെ ജീവിതകാലം മുഴുവൻ തളയ്ക്കാനാണെങ്കിൽ എന്തിനും ഇങ്ങനെ ഒരു മകന് ജന്മം നൽകിയത്? വാവേ, എടാ മക്കളെ, എന്താടാ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാഞ്ഞത്? ഇത്രയ്ക്ക് തിരക്കെന്താ നിനക്കവിടെ? വാവേ, ദേ ഇവിടെ ചേട്ടന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാ. വന്നവരൊക്കെ ചോദിക്കായിരുന്നു ചെറുക്കന്റെ അനിയനെന്തേന്ന്. ഡാ, നീ ഇല്ലാത്തോണ്ട് ഒരു ഉഷാറും ഉണ്ടായിരുന്നില്ലടാ അമ്മയ്ക്കൂടെ. ഹലോ വാവേ. എന്റെ സ്കൂള് പോയിക്കോളൂ. സുനിൽ, ഇത് സുമിയുടെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ അല്ലേ? സുമി എന്തെങ്കിലും ജോലിക്ക് പോഞ്ഞ്? സുമി, the solution is simple. Mutual divorce. But the decision is big. അന്നത്തെ ആ വീഴ്ച വീണത് അവളുടെ അമ്മയാണെങ്കിലും തകർന്ന സുമിയ. അന്ന് അവൾക്ക് നഷ്ടപ്പെട്ട അവളുടെ ജോലി മാത്രമല്ല, ചെറുതും വലുതായ ഒരുപാട് ആഗ്രഹങ്ങളോ. ഒരു നല്ല ജോലി,
പ്രണയം, അവൾ ആഗ്രഹിച്ചൊരു ലൈഫ്. പക്ഷെ ഇതെല്ലാം അവളുടെ ചേട്ടൻ്റെ വാശി കാരണം ഇല്ലാതായി. ഇനിയിപ്പോ ഞാൻ ഉണ്ടല്ലോ മിസ്സേ. ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഞാൻ പ്രോസസ്സ് ചെയ്തോളാം. എനിവേ, ടേക്ക് എ വൈസ് ഡിസിഷൻ. ആരാ? നീ ആരാ? ഞാൻ ആരാന്ന് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാന്ന് ചോദിക്കാൻ നീ ആരടാ? ഇതെന്റെ വീട്. നിന്റെ വീടാ? ഇത് എന്റെ വീടാണ്. ഇതെന്റെ വൈഫ് ഹൗസിന്റെ വീടാണ്. കണ്ട അമ്മേ? അല്ല, എനിക്ക് മനസ്സിലായില്ല. ബേസിക്കലി നിങ്ങൾ ആരാണ്? മനസ്സിലായില്ല. ഞാൻ സുമേഷ്. ഇതെന്റെ ഭാര്യ, ഇതെന്റെ അമ്മ സുമി, എന്റെ പെങ്ങളും. മനസ്സിലായോ? ഓ, അപ്പൊ ഇതാണ് എന്റെ അളിയൻ. വലിയ അളിയനാണല്ലോ. അളിയൻ ഇത്രയും നാണക്കാരനല്ലേ? അല്ല, അതല്ല സിസ്റ്റർ ലവ്. ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ഓക്കെ മാമേ, എന്നെ മിസ് ചെയ്തോ? ചായ ഉണ്ടാക്കി ഓക്കെ. പൊട്ടനടിച്ചിരിക്കാതെ ഇരിക്കടിയാ. മരുമോനുമായിട്ട് വലിയ കമ്പനിയാണല്ലോ. നിനക്കെന്താടി ഞാൻ വിളിച്ച ഫോൺ എടുത്ത? എടി നിക്കടി അവിടെ. അതെങ്ങനെയാ? അവളിവിടെ നമ്മളെ നാണം കെടുത്തുന്നതിന്റെ തിരക്കിലല്ലേ? അതിനിടെ ഫോണൊക്കെ എടുക്കാൻ എവിടുന്ന സമയം? അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അമ്മ ഒന്നും മിണ്ടില്ല. അമ്മ അവളെ പേടിപ്പിച്ചു വെച്ചേക്കൂല്ലേ? അല്ലെങ്കിലും എനിക്കിത് കിട്ടണോ? ഇവളെ എന്തേലും കുറവ് കഷ്ടപ്പാടോ ഞാൻ അറിയിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇവളിപ്പോ എന്തൊക്കെയാ ഒപ്പിച്ചു വെച്ചേക്കുന്നത്? അളിയൻ സുമിക്ക് വേണ്ടി പോണാന്നാ അളിയനിക്കോടെ കളിക്കാണ്ട് എന്ത് ടി വി വെച്ചാ സൗണ്ട് കിട്ടു. എന്താണ് ഇയാളാക്കി പിരിവെട്ടിയ? ഞാൻ ചോദിക്കാൻ ഉത്തരം പറ. എങ്ങനെയാ അമ്മ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നേ? നമ്മുടെ കുടുംബത്തിന് ചേർന്ന കാര്യമാണ് ഇതൊക്കെ. അമ്മ പറ. ഒരു കൊച്ചു പയ്യനെ കിട്ടി തോന്നിയ പോലെ ജീവിക്കാനൊക്കെ വെച്ച ഞാൻ വായിച്ചേ. അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിലും അവൾക്ക് ഇപ്പോഴും അവളുടെ കാര്യം മാത്രമല്ല. ഞാനും സുരേഷേട്ടനൊക്കെ എങ്ങനെ നടന്നിട്ട് അവക്കെന്താ? പക്ഷെ ഇതൊക്കെയല്ലോ നമ്മുടെ കുടുംബത്തിലാണ്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. എന്റെ സ്കൂളിൽ നിർത്തോ? അപ്പോ once the training period is complete, we will evaluate. നീ രണ്ട് ഒച്ചയെടുത്തോന്ന് വെച്ചിട്ട് ഈ കുടുംബത്തിനുണ്ടായ നാണക്കേടും ചീത്തപ്പേരും മാറാനൊന്നും പോണില്ല. എന്റെ വീട്ടുകാരോട് ചോദിച്ചു തുടങ്ങി. അറിയോ നിനക്ക്? ഒന്നടങ്ങ് വേണ്ടുമ്പോളെ. നിങ്ങളുടെ ഒരു കുടുംബക്കാര് അവരാണ് ഞങ്ങൾക്ക് ചെലവിനേർന്ന്. കുടുംബക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായിരുന്നല്ലേ കുടുംബക്കാര്. സുല്ലേ മതി. ഇതാ എന്റെ കുടുംബം. ഇവരിങ്ങനെയാ. ഇനി ഞാൻ കാരണം ഇവിടെ ആരും നാണം കടണ്ട. നാണക്കേടാ? നമുക്കെന്ത് നാണക്കേട്? സുനിലെ, ഇത് നിന്നോടുകൂടിയാ ഞാൻ പറയുന്നത്. സുനിലിന്റെ ഫാമിലിയോട് ഇന്നേ വരെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനി സുനിലിന്റെ ഫാമിലി എന്നെ കാരണം നാണം കെടണ്ട. ഞാനൊരു തീരുമാനം എടുത്തു. നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം.